പത്തനംതിട്ടയിലെ നടപടികൾ ഇനി എന്തൊക്കെയായിരിക്കും, നീക്കുപോക്കുകൾ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രഘുനാഥ് നാരായണനായിരിക്കും നമുക്ക് നൽകുന്നത്. രഘു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്നും റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കുകയാണ്. ഇത്രയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിൽ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറിയിട്ടുണ്ട്. കോടതി നടപടികൾ ഇന്നത്തെ പ്രധാനമാണ്. അതിനുശേഷം ഇനി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അത് കഴിഞ്ഞുള്ള മുന്നിലേക്കുള്ള നടപടികൾ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും? ഈ കസ്റ്റഡിയിൽ ലഭിക്കുന്നത് മുതൽ മറ്റ് തലങ്ങളിലേക്ക് കൂടി അന്വേഷണം ഇനി വഴിമാറുകയാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും പത്തനംതിട്ടയിൽ എത്തിക്കാൻ. റാന്നി കോടതിയിലാണ് ഹാജരാക്കുക. കേസ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആണെങ്കിലും പ്ലേസ് ഓഫ് ഒക്കറൻസ്, അതായത് ഈ കുറ്റകൃത്യം നടന്നത് ശബരിമലയിലാണ്. ശബരിമല എന്ന് പറയുന്നത് റാന്നി കോടതിയുടെ ജുഡിഷ്യൽ പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ റാന്നി കോടതിയിൽ ഹാജരാക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി കോന്നിയിലോ അല്ലെങ്കിൽ റാന്നിയിലോ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കും. എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം കോടതി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ ഇന്ന് തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ, അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന്, അതായത് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയുള്ളൂ. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ശബരിമല നട തുറന്നിരിക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ആഴ്ച അവിടെ ദർശനം നടത്തുന്നു. അതുകൊണ്ട് വളരെ ടൈറ്റായിട്ടുള്ളൊരു സെക്യൂരിറ്റി ഒക്കെയാണ് നിലവിൽ അവിടെയുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ നട അടച്ചതിന് ശേഷം മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കുകയുള്ളൂ. എന്തായാലും അനന്തൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഈ വലിയൊരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ സഹായം ലഭിച്ചിട്ട് ഉണ്ടാകും. എന്തായാലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ യാതൊരു വിധമായ പരാമർശവും നിലവിൽ വരാനുള്ള സാധ്യതയില്ല. മറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടിവരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ തൊണ്ടി മുതലടക്കം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു റിമാൻഡ് റിപ്പോർട്ടായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി, എന്തായാലും 1 മണിക്ക് മുൻപായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത കൂടുതൽ. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.